സംഘർഷം തുടരുന്ന മൂർഷിദാബാദ് ജില്ലയിൽ കേന്ദ്ര സേനയെ വിന്യസിക്കാൻ കോടതി നിർദ്ദേശം. കൽക്കട്ട ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ചാണ് ഉത്തരവിട്ടത്. പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയുടെ ഹർജിയിലാണ് ഉത്തരവ്. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ നടക്കുന്ന പ്രതിഷേധത്തിൽ 2 പേർ കൊല്ലപ്പെട്ടിരുന്നു. അച്യുതൻ ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ മൂർഷിദാബാദിൽ നടന്ന പ്രതിഷേധം അത് ഇന്നലെ സംഘർഷത്തിൽ കലാശിക്കുകയാണ് ഉണ്ടായത്. ഇതിനോടകം തന്നെ നിരവധി നാശനഷ്ടങ്ങളാണ് ഈ മേഖലയിൽ റിപ്പോർട്ട് ചെയ്തത്. ഈ ഒരു സംഘർഷ പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി കൽക്കട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകുന്നത്. അതിൽ പറഞ്ഞത് ഈ സംഘർഷങ്ങൾക്ക് ഒരു അയവ് വരുത്തുന്നതിനായി ഈ കേന്ദ്രസേനയെ വിന്യസിക്കണം, ഒപ്പം തന്നെ സംസ്ഥാനത്തെ സാഹചര്യങ്ങൾ ആശങ്കാജനകമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നീ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ ഹർജി നൽകിയത്. ഈ ഹർജിയിലാണ് ഇപ്പോൾ കൽക്കട്ട ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച് ഒരു ഉത്തരവിട്ടിരിക്കുന്നത്. അതായത് കേന്ദ്രസേനയെ വിന്യസിക്കാനാണ് ആ ഉത്തരവ് നൽകിയിരിക്കുന്നത്. നിലവിൽ ഇതിനോടകം തന്നെ ഈ മേഖലയിലെ സംഘർഷത്തിൽ 118ഓളം പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. 2 പേർ കൊല്ലപ്പെട്ടതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. നിലവിൽ ഈ ജില്ലയിൽ ഇപ്പോൾ നിരോധനാജ്ഞയും അതുപോലെ തന്നെ ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട്. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.